ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻവിസിബിൾ ചെയിനാണ്. ഇൻവിസിബിൾ ചെയിൻ മാലയാണ്. അപ്പോൾ സിൽവർ കളറിലുള്ള മുത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സിൽവർ കളറിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ സിൽവർ കളറിൽ തന്നെയുള്ള ഗിയർ വയർ വേണം, ഗിയർ ലോക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഫിഷ് ഹുക്കാണ് കേട്ടോ വേണ്ടത്. നമ്മൾ എല്ലാം സിൽവർ കളറിലുള്ളതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഗിയർ വയർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ലെങ്ത്തിലും കൂടുതൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഡബിൾ ലെയറിലുള്ള ഒരു മാലയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് വീണ്ടും രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി അതിലൊരു പോർഷൻ നമ്മൾ എടുക്കുക, എന്നിട്ട് അതിലാദ്യം നമുക്കിത് മുത്ത് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു പോർഷൻ ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനകത്ത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിൽ സിൽവർ കളറിലുള്ള ബീഡ്സാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്ട്രിങ് ആയിട്ടാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. ഇതിനെന്തോ 50 രൂപ അത്രയും കണ്ടാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. ഇതിലൊരു 100-110 ഉണ്ടാകും നമുക്ക് മുത്തുകൾ. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കമ്മലുണ്ടാക്കി. അപ്പോൾ അതിനകത്തൊരു ജമ്പ് റിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡബിൾ ലെയർ വന്നിട്ടുള്ളൊരു ജമ്പ് റിങ് ആയിരുന്നു. അപ്പോൾ അത് എവിടെ നിന്നാണ് മേടിച്ചതെന്നുള്ളത് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മേടിച്ചത്, ഞാൻ ബ്രോഡ്വേയിൽ നിന്നാണ് അത്യാവശ്യം സാധനങ്ങൾ മേടിക്കുന്നത്. ചിലത് മാത്രമാണ് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നത്. ഓൺലൈനിൽ നിന്നാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊന്നും അല്ലാട്ട് മേടിക്കാറ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ചില പേജുകളൊക്കെ ഉണ്ടല്ലോ, അതിലാണ് ഞാൻ മേടിക്കാറ്. അപ്പോൾ ആ ഒരു ജമ്പ് റിങ് ഞാൻ മേടിച്ചത് ബ്രോഡ്വേയിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഗിയർ വയറിലേക്ക് ഇതുപോലെ ബീഡ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ 5 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ ഒരു ലെയറിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 5 ബീഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്തൊരു ഗിയർ ലോക്കും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ 2 സൈഡ് സെൻറ്ററിൽ വന്നിട്ട് നമ്മൾ ഇതുപോലെ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ബീഡിൻ്റെ 2 അറ്റത്തായിട്ട് നമുക്ക് ഗിയർ ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ലെയറിലും കൂടെ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് അടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഗിയർ വയർ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ തന്നെ കോർത്ത് കൊടുക്കുക ബീഡ്സുകളൊക്കെ. ചില ബീഡിൻ്റെയൊക്കെ ഹോള് ചെറുതായിരിക്കും. അപ്പോൾ കയറാൻ ഇച്ചിരി പാടുണ്ടാകും. അപ്പോൾ നമ്മളതൊക്കെ പ്ലെയർ വെച്ചിട്ടൊന്ന് ഹോള് വലുതാക്കി കൊടുത്താൽ മതി. അപ്പം ഞാൻ അടുത്തതിൽ 10 എണ്ണമാണ് കേട്ടോ കോർത്തിട്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ലെയറിൽ നമ്മൾ 5 എണ്ണം ഇട്ടിട്ടുണ്ട്. അടുത്തതിൽ നമ്മൾ 10 എണ്ണമാണ് ഇട്ടിരിക്കുന്നത്. വീണ്ടും നമ്മൾ അതിലേക്ക് 2 അറ്റത്തായിട്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം. സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ 2 അറ്റത്തും ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 2 ലെയറും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതൊന്ന് ഒപ്പം വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കയറിയും ഒന്ന് ഇറങ്ങിയും ഇരിക്കുന്ന രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും ആ 2 ഗിയർ വയറിലേക്ക് നമ്മൾ വീണ്ടും ബീഡിട്ട് കൊടുക്കണം കേട്ടോ.
നമുക്ക് ലെങ്ത്ത് എന്തോരമാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിക്ക് നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഗിയർ വയറും കൂടെ ഒപ്പം പിടിച്ചിട്ടാണ് കേട്ടോ. ആ 2 ഗിയർ വയറും നമ്മൾ ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് എന്തോരം ഒരു ലെങ്ത്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ആ ലെയറുകൾ തമ്മിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വലിച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് വലിച്ച് ആ ഒരു രീതിക്ക് നമ്മൾ എടുത്താൽ മതി. എന്നിട്ട് ആ ഗിയർ ലോക്ക് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ ഗിയർ ലോക്ക് ഇട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അതാ ഈ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ ആ ഗിയർ ലോക്കും പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുണ്ട്. 2 ലെയറും ആദ്യത്തെ ലെയറിൽ നമ്മൾ 5 എണ്ണം കോർത്തിട്ടുണ്ട്. രണ്ടാമത്തെ ലെയറിൽ 10 എണ്ണമാണ് കേട്ടോ കോർത്തിരിക്കുന്നത്. ഇതുപോലെ ഒപ്പം പിടിച്ചിട്ട് രണ്ടും കറക്റ്റാകുന്ന രീതിയിൽ നമ്മൾ ഗിയർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വീണ്ടും ഒരു ബീഡിട്ട് കൊടുക്കാം. അപ്പം ഞാൻ 2 എണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഗിയർ ലോക്ക് ഇട്ടിട്ടൊന്ന് അതും ലോക്ക് ചെയ്ത് കൊടുക്കാം. 2 സൈഡിൽ നമ്മൾ 2 എണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ആ ബീഡ്. എന്നിട്ട് നമുക്കൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ തന്നെ ബീഡിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം വെയിറ്റ് ഒന്നുമില്ല ഈ മാലയ്ക്ക്. നമ്മൾ ഗ്ലാസ് ബീഡ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിതിനധികം വെയിറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. നമുക്ക് കഴുത്തിലിട്ട് കഴിഞ്ഞാൽ തന്നെ ഇട്ടെന്നറിയില്ല, അതേപോലെ ഉള്ളൊരു വെയിറ്റ് കുറഞ്ഞിട്ടുള്ളൊരു മാലയാണ് കേട്ടോ. പോരാതെ നമ്മൾ ഇൻവിസിബിൾ ചെയിനിലും കൂടി ചെയ്യുമ്പോൾ അധികം വെയിറ്റും കൂടെ നമുക്കതിൽ തോന്നിക്കത്തില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഫ്രോക്കിൻ്റെ ഒക്കെ ഒപ്പം ഇടാനായിട്ട് അടിപൊളിയായിരിക്കും. വൈറ്റ് കളർ ഫ്രോക്കൊക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പമൊക്കെ നല്ല മാച്ചിങ് ആയിരിക്കും കേട്ടോ. നമുക്ക് ലോക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗിയർ ലോക്ക് ഇട്ടിട്ട് ആ ഗിയർ വയർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനൊരു ഹുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. വേറെ ജമ്പറിങ് ഒന്നും എടുത്തിട്ടില്ല. ആ ഒരു ഗിയർ വയർ വെച്ചിട്ട് തന്നെ നമ്മളൊരു ഹുക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബാലൻസ് വരുന്ന ഗിയർ വയർ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഫിഷ് ഹുക്ക് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ 2 ഗിയർ വയറിൻ്റെ ഉള്ളിലൂടെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ആ 2 ഗിയർ വയറിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഫിഷ് ഹുക്കും കൂടെ അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ട് ഫിഷ് ഹുക്കിൻ്റെ ഉള്ളിലൂടെ തന്നെ നമുക്ക് ആ ഗിയർ വയർ എടുത്തിട്ട് അത് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുത്ത് നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഞാൻ എങ്ങനെയാണത് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതുപോലെ
ചെയ്തെടുത്ത് നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. കാരണം ഹുക്ക് നമുക്കത് ലൂസാകാൻ പാടില്ല. ലൂസാകാത്ത രീതിയിൽ നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന ഗിയർ വയർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.